നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഹൈദരാബാദി ചിക്കൻ കറി അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനായിട്ടൊരു 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. അതെല്ലാം ഞാൻ ഈ ഒരു സ്ക്രീനിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. 2.5 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതൊരു 4 സവാള നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കുക. അധികം പുളിയില്ലാത്ത തൈര് മാത്രം ഒരു 250 ml ചേർത്ത് കൊടുക്കുക. 15ഓളം കാഷ്യൂനട്ട് അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ 1.25 കപ്പ് അളവിൽ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇനി വീണ്ടും കുറച്ച് പൊടികളും സോസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഞാൻ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുക ഒരു 10 മിനിറ്റോളം. ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് കീറിയതും കൂടി ഇട്ടൊന്ന് ഇളക്കിയെടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി സ്പെഷ്യൽ റെഡ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വേണമെങ്കിൽ റെസിപ്പി എന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.